ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനു അമൃത. ഇന്ന് പ്രകൃതിദത്ത വർണ്ണങ്ങൾ കൊണ്ടുള്ളൊരു ചിത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കുറച്ചുകൂടെ ചിത്രം വരച്ച് തീർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ട്രേയൊക്കെ എടുത്തുകൊണ്ട് വന്നു. വർണ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ട്രേ, ചിരട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നു. വീഡിയോ പിടിക്കാനായിട്ട് ഷിബിസാറുണ്ട് കൂടെ. എൻ്റെ ചെടികളാണ് ഇതൊക്കെ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാഷിൻ്റെ ചിത്രമാണ്. മാഷിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിൽ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ആ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഗുരുനാഥനെ തന്നെയാണ് വരച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് അപ്പുക്കുട്ടൻ കോട്ടപ്പടി. ആവശ്യത്തിന് ഉള്ള നിറങ്ങൾ മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. നേരത്തെ എടുത്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. എനിക്കിനി നിബിഡാലങ്കാരവും വീട് വരച്ചേക്കുന്നതിൻ്റെ ഒരു ഷെയ്ഡ് മാത്രമേ ഇനി കൊടുക്കാനുള്ളൂ. അപ്പോൾ കുറച്ച് പശയും കുറച്ച് ഒരു ഗ്രീൻ കളറിൻ്റെ പോരായ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ കറുകപ്പച്ച നിറമാണ് ഇനി വേണ്ടത് ഇലകൾക്ക് വരയ്ക്കാനായിട്ട്. അതാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇത് എരവിക്കറയാണ്. എരവിക്കറ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ചിരണ്ടിയെടുക്കുക പൊട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. എളുപ്പത്തിന് ഞാനിങ്ങനെ ഇതുപോലെയാണ് എടുക്കുന്നത്. കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത നീല നിറത്തിൻ്റെ കുറച്ചുണ്ടായിരുന്നു. അതിൽ പശ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കാണാം നിറം പെട്ടെന്ന് മാറുന്നത് കാണാം. കണ്ടോ, ഒഴിച്ചപ്പോൾ തന്നെ പച്ച നിറം വന്നത് കണ്ടോ. അതിങ്ങനെ കൈകൊണ്ട് കൂട്ടി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ പശയുടെ പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പശയിൽ നിന്ന് കുറച്ച് അതിലേക്ക് യോജിപ്പിച്ചാൽ മതി. ചിരട്ടയിൽ കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ ഇതിൽ കാണുന്ന പോലെ തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല പോലെ ആകും. വേറെ നിറങ്ങളൊക്കെ ആയിരിക്കുന്ന ചിരട്ട ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തത്. പിന്നെ ആവശ്യത്തിന് ചുവപ്പ് റെഡിയാക്കി. അതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് റെഡിയാക്കാനുണ്ടായിരുന്നു. പച്ച, ഒരു തത്തപ്പ പച്ച കളർ വേണമായിരുന്നു. കുറച്ച് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുക്കാനായിട്ട്. ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ച നിറങ്ങൾ. ഈ വീടിനോട് ചേർന്ന് നിൽക്കണ ചെറിയ ചെറിയ ഇലകൾക്കൊക്കെയാണ് ഞാൻ കളർ മിക്സ് ചെയ്ത് കൊടുത്തത്. പിന്നെ ആ വീടിനും കുറച്ച് ഷെയ്ഡ് കൊടുക്കണമായിരുന്നു. മാഷയുടെ ഓർമ്മകൾ നിർത്തിക്കൊണ്ടുള്ള ഒരു ഭാവാത്മകമായിട്ടുള്ള ഒരു ചിത്രമാണ് ഞാൻ വരച്ചത് ചുവർ ചിത്ര ശൈലിയിൽ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും നന്ദി.